മഷിത്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പരിപാടികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. വരൂ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. Hi dear friends, I am your Sneha teacher. Do you like our channel Mashittandu? Okay, thank you. If you like our channel, please support us. Let's start our today's English class. Today we discuss about some questions related to our LSS examination. In your previous class, Asha teacher discussed about two types of questions in English. One is one-word type questions and another is discourse type questions. We have 5 units in your English textbook. What is the name of our first unit? Okay, all of you know. Yes, our first unit name is Seed of Truth. Today we discuss about our first unit, Seed of Truth. നമുക്ക് ഇന്ന് സീഡ് ഓഫ് ട്രൂത്ത് എന്ന പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഇതുവരെ നമ്മുടെ LSS എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ പരിചയപ്പെടാം. 2016 മുതൽ 2020 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒന്നാം പാഠത്തിലെ ചോദ്യങ്ങളാണ് ഇന്ന് ടീച്ചർ പരിചയപ്പെടുത്തുന്നത്. See the previous questions asked in our examination. In 2017 question paper, a one-word type question asked from this unit. Here is the question. Fill in the blanks with suitable letters and write in columns provided. The king Vidyadhara was very happy. He declared Pingala as his dash. ഇതായിരുന്നു ചോദ്യം. നമുക്ക് ചോദ്യം ഒന്നും കൂടി നോക്കാം. The king Vidyadhara was very happy. He declared Pingala as his dash. എന്തായിരിക്കും ഉത്തരം? കൂട്ടുകാർക്ക് അറിയാം. എന്താണ് ഉത്തരം? സക്സസർ. What is the spelling of successor? SUCCESSOR. ഓക്കെ, സക്സസർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്തുടർച്ച അവകാശി അല്ലേ? King Vidyadhara was very happy and he declared Pingala as his successor. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു ചോദ്യം കൂടി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ആ ചോദ്യം? നമുക്ക് നോക്കാം. Make the matching pair. എന്താ അങ്ങനെ പറഞ്ഞാൽ? അതെ, ശരിയായ ജോഡി കണ്ടെത്തുക. Catch, sow, reap. മറുഭാഗത്ത് എന്തെല്ലാം തന്നിട്ടുണ്ട്? ക്രോപ്പ്, ഫിഷ്, സീഡ്. അതെ, ശരിയായ ജോഡി നമുക്ക് കണ്ടെത്തിക്കൂടെ? ഏതാണ് ശരിയായ ജോഡി? Catch is related to fish. Sow is related to seed. And reap is related to crop. അതെ, നിങ്ങൾക്കറിയാം ക്യാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പിടിക്കുക. എന്തിനെ നമ്മൾ പിടിക്കുക? ഫിഷ്. കാച്ചിങ് ദ ഫിഷ്. പിന്നീടോ? അതെ, സോ എന്ന് പറഞ്ഞാൽ എന്താ? SOW. വിതയ്ക്കുക. എന്താ നമ്മൾ വിതയ്ക്കുന്നത്? വിത്ത്. സോ ഈസ് റിലേറ്റഡ് ടു seed. Sowing seeds. Okay. Then reap.
റീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അതെ, പാകമാകുക, പഴുക്കുക. എന്താണ് വിളവെടുക്കുന്നത്, പഴുത്ത് പാകമാകുന്നത്? അതെ, ക്രോപ്സ്. റീപ്പ് ഈസ് റിലേറ്റഡ് ടു ക്രോപ്സ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷയിൽ കടന്നു വരാറുണ്ട്. എന്തായിരുന്നു ചോദ്യം? മേക്ക് മാച്ചിങ് പെയർസ്. മനസ്സിലായോ കൂട്ടുകാർക്ക്? നമുക്ക് 2018 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതെ, ആ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ യൂണിറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. Here is the question. Read the following sentences and find out what Hari is doing. Hari is digging the soil. He is sowing seeds. He is watering. He is giving manure to the plants. Hari is dash. ഇതായിരുന്നു ചോദ്യം. ചോദ്യം ടീച്ചർ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ഹരി എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഹരി ഈസ് ഡൂയിങ്. ഹരി എന്താണ് അവിടെ ചെയ്യുന്നത്? ഹരി ഈസ് ഡിഗിങ് ദ സോയിൽ. ഹി ഈസ് സോയിങ് ദ സീഡ്സ്. ഹി ഈസ് വാട്ടറിങ്. ഹി ഈസ് ഗിവിങ് manure to the plants. എന്താണ് ചെയ്യുന്നത്? അതെ, അവൻ കിളച്ച് മണ്ണ് കിളച്ച് വിത്തിട്ട് എന്ത് ചെയ്യുകയാണ്? കൃഷി ചെയ്യുകയാണ് അല്ലേ? അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു വേർഡ്. വാട്ട് ഈസ് ദ കറക്റ്റ് വേർഡ്? അതെ, നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ ചില ലെറ്റേഴ്സും തന്നിട്ടുണ്ട് നമ്മുടെ ഈ വേർഡുമായി ബന്ധപ്പെട്ടത്. ഫസ്റ്റ് ലെറ്റർ ബിഗിൻസ് വിത്ത് സി. സി എന്ന അക്ഷരമാണ് ആദ്യം തുടങ്ങുന്നത്. മക്കളെ, ഏതായിരിക്കും ആ കൃഷിയുമായി ബന്ധപ്പെട്ട ആ വേർഡ്? കൂട്ടുകാർക്ക് അറിയാം അല്ലേ? ദ കറക്റ്റ് ആൻസർ ഈസ് കൾട്ടിവേറ്റിംഗ്. Find out the word. Ruba and Rishmi made a beautiful garden. One day they met a new friend in the garden. Can you find out the friend? അതെ, രശ്മിയും രൂപയും കൂട്ടുകാരാണ്. അവർ ഒരു ഫ്രണ്ടിനെ കൂടി കണ്ടെത്തി, പരിചയപ്പെട്ടു. ആ ഫ്രണ്ട് ആരാണെന്നാണ് ചോദിച്ചത്. ഇവിടെ ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് ഒരു ബോക്സാണ്. നിങ്ങൾ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. ഈ ബോക്സിൽ വ്യത്യസ്തമായിട്ടുള്ള ലെറ്റേഴ്സ് ഓർഡർ ഇല്ലാതെ എഴുതിയിരിക്കുന്നു. അതെ, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനെ കുറിച്ച്. നിങ്ങൾ നോക്കൂ, ആരാണ് ആ കൂട്ടുകാരൻ? നിങ്ങൾക്ക് കിട്ടിയോ? അതെ, ഇതൊരു ജംബിൾഡ് ക്വസ്റ്റ്യൻ ആണ്, ജംബിൾഡ് വേർഡ്. ഓക്കെ, വാട്ട് ഈസ് ദ ആൻസർ? യെസ്, ബട്ടർഫ്ലൈ. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ബട്ടർഫ്ലൈ? BUTTERFLY. Butterfly. Okay. Now we can see some expecting questions from this unit. Here is the first question. Read the poem and find out the rhyming words. Let's read our poem. A little seed for me to sow, a little earth to make it grow, a little hole, a little bat, a little fish, and that is that. A little sun, a little shower, a little while, and then a flower.
This is our poem. And find out rhyming words. What do you mean by a rhyming word? Rhyming words are two or more words that have the same or similar ending sound. Rhyming words are two or more words that have the same similar ending sound. For example, got, bought, float, caught, house, mouse. These are the rhyming words. Okay? ഇവിടെ ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്? സോ, SOW, so, grow. Another is pat, that, and shower and flower. Okay, these are the rhyming words from this poem. നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, അവസാനത്തെ വാക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വേർഡിൻ്റെ ഉച്ചാരണം ഒരേ രീതിയിൽ വരുന്ന വാക്കുകളെയാണ് നമ്മൾ റൈമിംഗ് വേർഡ് എന്ന് പറയാം. അത് കവിതയ്ക്ക് ഭംഗി നൽകുവാൻ വേണ്ടി എഴുതുന്നതാണ് റൈമിംഗ് വേർഡ്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനുള്ള ആക്ടിവിറ്റിയും നമ്മുടെ ചോദ്യപേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Our next question. Find out the words related to cultivation. Watch the screen. അതെ, സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. Find the words related to cultivation. Tick the right words. Words are sowing, warming, watering, filtering, manuring, digging, eating. These are the words. Please find out the words related to cultivation. Which are the words? Yes, sowing, watering, manuring, and digging. These are the words related to cultivation. മക്കളെ, നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? അതെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തു. പിന്നീട് ലേൺ ഹൗ ടു റൈറ്റ് എ സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ. ഇങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടതെന്ന് ചർച്ച ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് we discuss about some expecting questions from this unit. Do you like today's class? If you like today's class, please like, comment and subscribe our channel. Okay? All of you take care. Bye. See you next time. Thank you.